വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ, അതായത് എനിക്ക് അല്ലെങ്കിൽ ഒരു ചാർജ് ഉള്ള ഒരു വസ്തുവാണെങ്കിൽ മറ്റ് ചാർജുള്ള വസ്തുക്കൾ, അതായത് വേറെ ചാർജുള്ള വസ്തു അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ആ വസ്തുവിൽ ഒരു ഫോഴ്സ് ചെലുത്തും, ഒരു ബലം ചെലുത്തും, അല്ലേ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചേ. അപ്പോൾ വന്നിരുന്ന ആ വസ്തു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവാണ് അവിടെ വന്നിരുന്നതെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന ഒരു ആകർഷണ ബലമായിരിക്കും ചെലുത്തുന്നത്. അപ്പം ആ വസ്തുവിന് ഒരു ബലം ഫീൽ ചെയ്തു. അതിന് കാരണം ആരാ? ഞാനാണ്. ഞാൻ കാരണം, എൻ്റെ ചാർജ് കാരണമാണ് ആ ഒരു വസ്തുവിന് ഒരു ബലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇനി അതല്ല, ഇത് ഇപ്പുറത്തെ സൈഡിലായിട്ട് അവിടെ വേറൊരു ചാർജ് വന്നിരുന്നു എന്ന് വിചാരിച്ചേ. അത് പോസിറ്റീവ് ചാർജാ, ഞാനും പോസിറ്റീവ് ചാർജ് ആണേ. അപ്പം അത് വന്നിരുന്ന ചാർജ് ഏതാ? പോസിറ്റീവ് ചാർജ്. അപ്പം ഞാൻ ചെലുത്തുന്ന ബലം ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെ? ഞാൻ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അയാളെ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പം നേരത്തെ പഠിച്ചതനുസരിച്ച് ഞാൻ ചാർജ് ഉള്ള ഒരു വസ്തുവാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത്, അതായത് എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഒരു സ്പേസിൽ ചാർജ് ഉള്ള മറ്റ് ആര് വന്നിരുന്നാലും, മറ്റ് ഏത് വസ്തു വന്ന് കയറിയാലും, അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണെങ്കിലും അയാളിൽ ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്ന ഒരു ബലമോ അല്ലെങ്കിൽ അങ്ങോട്ട് തള്ളുന്ന ഒരു ബലമോ കൊടുക്കും, അല്ലേ? ഒരു ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസ് ആണല്ലോ, ഞാൻ അട്രാക്ട് ചെയ്യും. അപ്പം എൻ്റെ ചുറ്റുവട്ടം എന്ന് പറയാൻ കാരണം ഞാൻ എന്ത് വസ്തുവാ? ഇപ്പോൾ ഞാൻ ചാർജ് ഉള്ള ഒരു വസ്തുവാണ്. അപ്പം ചാർജ് ഉള്ള ഒരു വസ്തുവിൻ്റെ സറൗണ്ടിങ്ങിൽ, ചുറ്റുവട്ടത്ത് മറ്റ് ചാർജ് ഉള്ള ഒരു വസ്തു വന്നാൽ അതിനെ അട്രാക്ട് ചെയ്യുകയോ റിപ്പല് ചെയ്യുകയോ ഒരു ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? അപ്പം തിയററ്റിക്കലി എവിടെ വരെയുള്ള വസ്തുക്കളെ എനിക്ക് ഇങ്ങനെ ആകർഷിക്കാനും വികർഷിക്കാനും അല്ലെങ്കിൽ ഒരു ബലം ആപ്ലിക്കബിൾ ആവും? തിയറി അനുസരിച്ച് എൻ്റെ ചുറ്റുമുള്ള ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് വരെ ദൂരമുള്ള വേറൊരു ചാർജ് ഉള്ള ആൾ വന്നിരുന്നാൽ എനിക്ക് ബലം ചെലുത്താൻ എനിക്ക് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചേ. ഞാനൊരു ചാർജ് ആണല്ലോ. എനിക്ക് ചുറ്റുമുള്ള ഈ സ്ഥലം, ഏത് സ്ഥലം? ഞാൻ ചാർജ് ഉള്ള ഒരു വസ്തുവാണ്. എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഇപ്പൊ പറഞ്ഞ ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസിനുള്ള അത്രയും സ്പേസിൽ ഈ സ്ഥലം ഒരു പ്രത്യേകതയില്ലേ? ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ സ്ഥലങ്ങളിൽ ചാർജ് ഉള്ള മറ്റ് ഏത് വസ്തു, അല്ലെ? മറ്റ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഏത് വസ്തു വന്ന് കയറിയാലും ആ വസ്തുവിൽ ഞാനൊരു ബലം ചെലുത്തും. അപ്പം ഈ ചുറ്റുവട്ടത്ത് എവിടെ, അതായത് എനിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എവിടെ ചാർജ് ഉള്ള വസ്തു വന്ന് കയറിയാലും ആ വസ്തുക്കളിൽ ഞാൻ ബലം ചെലുത്തും. അപ്പം നിങ്ങൾ ഇനി എൻ്റെ കാര്യം, അല്ലെ എന്നെ അങ്ങ് മറന്നേക്കാം. ഈ സ്ഥലത്തെ മാത്രം ഓർക്കാം. എന്നിട്ട് ഈ ചുറ്റുവട്ടത്തുള്ള ഈ സ്ഥലത്തെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ച്. അപ്പൊ ആ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് ആ പ്രത്യേകത? ആ ചുറ്റുമുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആ സ്ഥലങ്ങളിൽ ചാർജ് ഉള്ള വസ്തു വന്ന് കയറിയാൽ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചാർജ് വന്ന് ഈ സ്പേസിൽ വന്നിരുന്നാൽ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് ഈ സ്ഥലത്തിനെ, ഏത് സ്ഥലത്തിനെ? എനിക്ക് ചുറ്റുമുള്ള ഈ സ്ഥലത്തെ. അപ്പോഴും എനിക്ക് ചുറ്റും എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ഞാനിപ്പോ എന്ത് വസ്തുവാണ്? ഞാനൊരു ചാർജ് ഉള്ള വസ്തുവാണ്. അപ്പം എനിക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ ഒരു ചാർജിന് ചുറ്റുമുള്ള ഈ സ്ഥലത്തെ ഞാനൊരു പേരിട്ട് വിളിക്കുക. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്ഥലം. അതാണ് അതിന്റെ വേർഡ് മീനിങ്. മലയാളത്തിലെ ഫീൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം. അപ്പൊ ക്രിക്കറ്റ് ഫീൽഡ് എന്താ? ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്താ? ചാർജ് ഉള്ള വസ്തുവിന് ചുറ്റുമുള്ള സ്ഥലത്തെ ഞാൻ പേരിട്ട് വിളിച്ച പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പം എൻ്റെ ചുറ്റുമുള്ള, അതായത് ചാർജ് ഉള്ള എൻ്റെ ചുറ്റുമുള്ള ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ്.
അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഈ സ്പേസിനെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ വിളിക്കാൻ കാരണം ഒരു പ്രത്യേകത കൊണ്ടാ. എന്താ? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. അവിടെ ചാർജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ള, ചാർജ് ഒരു പ്രോപ്പർട്ടി ആണല്ലോ, ചാർജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ള മറ്റാര് വന്ന് കയറിയാലും അവർക്കൊരു ബലം ഫീൽ ചെയ്യും. ചാർജുകൾക്ക് ഫോഴ്സ് അനുഭവപ്പെടുത്താം. നമുക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ചാർജുകൾക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നേരത്തെ പഠിച്ചു, കൂളംസ് ലോ അനുസരിക്കുന്ന ഫോഴ്സ് അല്ലേ. അപ്പം ചാർജുകൾക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്ന എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ചാർജുകൾക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്ന, ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി. എന്താണ്? ഇവിടെ ചാർജ് ഉള്ള, അതായത് നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ചാർജ് ഉള്ള ഒരു ബോഡി വന്നാൽ ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണെങ്കിലും, പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി, അവിടെ എന്ത് സംഭവിക്കും? ആ ചാർജ്, ആ ബോഡിക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആയിരിക്കും അനുഭവപ്പെടുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പം നിങ്ങൾ ഇരിക്കുന്ന റൂം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. മനസ്സിലായോ? അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്പേസ് വെയർ ചാർജസ് എക്സ്പീരിയൻസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ചാർജുകൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അതിപ്പോൾ ആരുടെ ഇലക്ട്രിക് ഫീൽഡ് ആയാലും, ചാർജ് ഉള്ള ആരുടെ ഇലക്ട്രിക് ഫീൽഡ് ആയാലും ശരി, അത് എന്ത് അനുഭവപ്പെടും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പം ഒരു ഫോഴ്സ് വന്ന് ഒരു ചാർജ് വന്ന് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിന് എന്ത് പേരിട്ട് വിളിക്കാം? അതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? Electric field is a space where charges experiences electrostatic force. അല്ലേ? അപ്പം അവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണ് ആ കണ്ടീഷൻ? ചാർജ് ഉള്ള വസ്തുക്കൾ വന്നിരുന്ന ഫോഴ്സ് അനുഭവപ്പെടും. അല്ലാണ്ട് ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇരിക്കുന്ന റൂം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവില്ല. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണോ അല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? നിങ്ങൾ ഒരു ചാർജ് ഉള്ള ഒരു വസ്തു അവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കുക. അപ്പം ആ വസ്തുവിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന റൂം ഇലക്ട്രിക് ഫീൽഡ് ആണ്. മനസ്സിലായോ? എക്സാമ്പിൾ എടുത്ത ഒരു പൂവ്, ഒരു ഫ്ലവർ എടുത്താൽ അതിന് ചുറ്റും ഒരു പ്രത്യേക, ആ ഫ്ലവറിന് ചുറ്റും ഒരു പ്രത്യേക മണം ഉണ്ടാവും അല്ലേ? അപ്പം മണം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ സ്ഥലത്ത് ഒരു ചാർജ് ഉണ്ടെങ്കിൽ അത് ചാർജ് വന്നിരുന്നാൽ ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോഴും വേറൊരു പോയിന്റ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, പലതരം ഫോഴ്സ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോഴും ഡെഫിനിഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്പേസ് വെയർ ചാർജസ് എക്സ്പീരിയൻസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മളത് എടുത്തു പറയാനുള്ള കാര്യം, പലതരം ഫോഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ചാർജ് എന്ന പ്രോപ്പർട്ടി ഉള്ള ഏത് വസ്തുവാകാം, ഇലക്ട്രോൺ ആകാം, പ്രോട്ടോൺ ആകാം, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുവെങ്കിൽ അതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതേപോലെതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അവിടെ എന്തായിരുന്നു? അവിടെ ചാർജ് ഉള്ള വസ്തു അല്ലായിരുന്നു, മറിച്ച് മാസ് ഉള്ള വസ്തുക്കൾ. മാസ് ഉള്ള വസ്തു, ഇപ്പൊ ഞാനൊരു മാസ് ഉള്ള വസ്തു ആണെങ്കിൽ ഞാൻ വേറൊരു മാസ് ഉള്ള വസ്തുവിനെ എന്ത് ചെയ്യും? ആകർഷിക്കും അല്ലേ? അപ്പം അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ചാർജിന്റെ കേസ് വന്നപ്പോൾ ഇവിടെ റിപ്പൾസീവ് ഫോഴ്സും വന്നു, അട്രാക്റ്റീവ് ഫോഴ്സും വന്നു. 2 types ഓഫ് ഫോഴ്സസും കൂടെ ഉണ്ട്. അപ്പം മാസ് ഉള്ള വസ്തുക്കൾക്ക് ചുറ്റുമുള്ള സ്ഥലത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെ? മാസ് ഉള്ള വസ്തുക്കളിൽ അവിടെ ഒരു ചുറ്റുവട്ടമുള്ള സ്പേസ്, ആ സ്പേസിൽ മാസ് ഉള്ള വേറൊരു വസ്തു വന്നിരുന്നാൽ ആ ബോഡിയെ ഞാൻ ആകർഷിക്കും. അപ്പം എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ സ്പേസിനെ അപ്പം ഞാൻ പേരിട്ട് വിളിച്ച പേരെന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇനി കേസ് ഡിഫറെൻ്റ് ആയി, കേസ് മാറി. എനിക്ക് ചാർജ് ഉണ്ട്, എനിക്ക് മാസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ചാർജ് ഉണ്ട്. അപ്പം എനിക്ക് ചാർജ് വന്നപ്പം എൻ്റെ ചുറ്റുവട്ടത്ത്, അപ്പം എനിക്ക് ചാർജ് മാത്രമേ ഉള്ളൂ എങ്കിൽ മാസ് ഉള്ള ബോഡി വന്നാൽ നോ പ്രോബ്ലം. അതേസമയം ചാർജ് ഉള്ള ബോഡി വന്നാലോ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം
എൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്പേസ് ഇലക്ട്രിക് ഫീൽഡ്. മാസ് ഉണ്ടെങ്കിൽ, മാസ് ആണ് എനിക്കുള്ളതെങ്കിൽ എൻ്റെ ചുറ്റുവട്ടമുള്ള സ്പേസിനെ എന്ത് പേര് വിളിക്കാം? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വിളിക്കാം. ചാർജ് ആണുള്ളതെങ്കിൽ എൻ്റെ ചുറ്റും, അല്ലെങ്കിൽ ചാർജ് ഉള്ള ബോഡിക്ക് ചുറ്റുമുള്ള സ്ഥലത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇനി നമ്മൾ ഇരിക്കുന്ന ഈ റൂമിനെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ചാർജ് ഉള്ള ഒരു ബോഡി ഉണ്ട്, അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് ആണ്, ആ സ്ഥലത്തിനെ പേരിട്ട് വിളിച്ചേക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം അതിനെ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എത്രയാ, എന്ത് ക്വാണ്ടിറ്റി എടുത്താലും മിക്കവാറും ഉള്ള ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നതാണ് എത്ര. അപ്പം ഇതിന്റെ എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്ന് പറഞ്ഞ ലെറ്റർ ഇ. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്റ്റർ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ആരോ, അല്ലേ? അപ്പം ഈ ഇന്റൻസിറ്റി അഥവാ അതിന്റെ മീനിങ് ഏതാ? തീവ്രത. അപ്പൊ ഈ തീവ്രത എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ തീവ്രത എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പം തീവ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ, ഇപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എൻ്റെ ചുറ്റുമുള്ള ഈ സ്ഥലം, കാരണം ഞാൻ ചാർജ് ഉള്ള ഒരു വസ്തുവാണ്, എനിക്ക് ചുറ്റുമുള്ള ഈ സ്ഥലം ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിൽ ഒരു പോയിന്റ് എടുത്തു, നിങ്ങളൊരു ചാർജ് ഉള്ള ഒരു ബോഡിയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്ങിൽ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഒരു ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എല്ലായിടത്തും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലേ? അതായത് ഒരു ചാർജ്, അപ്പം ആ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാ? അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ടുവച്ചിട്ട് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എത്രയാണെന്ന് നോക്കിയാൽ മതി, അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചാർജ് ഉള്ള ഒരു വസ്തുവിനെ നിങ്ങൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് എല്ലാ സ്ഥലത്തും ഈ ഇലക്ട്രിക് ഫീൽഡിലെ എല്ലാ പോയിന്റിലും ആ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഡയറക്ഷനും സെയിം ആണ് എന്നെങ്കിൽ തീവ്രത ഒരുപോലെയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആണെന്ന് പറയാം. അതേസമയം ആ സെയിം ചാർജ് നമ്മൾ ഈ പല പല ഇലക്ട്രിക് ഫീൽഡിലെ പല പല പോയിന്റിൽ കൊണ്ടുവച്ചു. പല പല പോയിന്റിൽ കൊണ്ടുവെക്കുമ്പോഴും പല സ്ഥലത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെന്റ് ആണ്, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. മനസ്സിലായി? ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് ആയിരിക്കത്തില്ല വേറൊരു പോയിന്റ് ഇരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം അല്ല. മനസ്സിലായോ? അപ്പം ഇന്റൻസിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ ഇത്ര ഇന്റൻസിറ്റി ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഈ ഒരു പോയിന്റിൽ ഇത്ര ഇന്റൻസിറ്റി, അല്ലെങ്കിൽ വേറൊരു പോയിന്റിൽ ഇത്ര ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പം ഡിഫൈൻ ചെയ്യുമ്പോൾ യൂണിറ്റ് ചാർജ്, അതായത് 1 കൂളം പോസിറ്റീവ് ചാർജ്, അതാണ് ഒരു യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ. 1 കൂളം ഓഫ് പോസിറ്റീവ് ചാർജ് ആ സ്ഥലത്ത് കൊണ്ടുവെക്കും. ആ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഫോഴ്സ് അനുഭവപ്പെടുമല്ലോ. എന്തുകൊണ്ട് ഫോഴ്സ് അനുഭവപ്പെടും? ഇതൊരു ചാർജ് ഉള്ള ഒരു വസ്തുവാണ്, ഇലക്ട്രിക് ഫീൽഡിലാണ് കൊണ്ടുവച്ചത്. ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് ഉള്ള പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചാർജ് ഉള്ള ഒരു വസ്തു കൊണ്ടുവച്ചാൽ ഫോഴ്സ് അനുഭവപ്പെടും. അപ്പം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എത്ര ചാർജ് ഉള്ള വസ്തുവിനെയാ? 1 കൂളംബ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ അവിടെ കൊണ്ടുവച്ചു. ഏത് പോയിന്റിലാണോ മെഷർ ചെയ്യുന്നത് അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ 1 കൂളംബ് ചാർജ് നമ്മൾ അവിടെ കൊണ്ടുവച്ചു. 1 കൂളംബ് ചാർജ് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ മെഷർ ചെയ്യുക. അപ്പം ആ 1 കൂളംബ് ചാർജ് വെച്ചിട്ട് എത്ര ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആ 1 കൂളംബ് ഓഫ് ചാർജ് നമ്മൾ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് ആ ഇലക്ട്രിക് ഫീൽഡിൽ എത്ര ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഏതിലാ? ന്യൂട്ടണിൽ. അപ്പൊ എത്ര ഫോഴ്സ് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി ആ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ, അല്ലെ? ഡസ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പം ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കി, അത് നമ്മൾ പരിശോധിച്ചു. അപ്പം ആ ഫോഴ്സിനെ വിളിക്കുന്ന പേര്, ഏത് ഫോഴ്സിനെ വിളിക്കുന്ന പേര്? 1 കൂളംബ് പോസിറ്റീവ് ചാർജ്, അതായത് യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജ് നമ്മളൊരു പോയിന്റിൽ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവെക്കുമ്പോൾ ആ ചാർജ് അല്ലെങ്കിൽ ആ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ പോയിന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്ന
പർട്ടിക്കുലർ പോയിന്റിലെ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഡിഫറെന്റ് യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പോയിന്റിൽ വേറെ ആയിരിക്കും. അപ്പൊ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തു, അതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു, ആ പോയിന്റിൽ നിങ്ങൾ 1 കൂളോം പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചു. എന്നിട്ട് ആ 1 കൂളോം പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മെഷർ ചെയ്തു. അപ്പം ആ 1 കൂളോം പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആ ഇലക്ട്രിക് ഫീൽഡിലെ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത. ആ പർട്ടിക്കുലർ പോയിന്റിലെ തീവ്രത എന്ന് പറയുന്നത് ആ നമ്മൾ അവിടെ കൊണ്ട് ഒരു യൂണിറ്റ് 1 കൂളം യൂണിറ്റ് ചാർജ് വെച്ചില്ലേ, ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യണ ഫോഴ്സ് ആണ് ആ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിലെ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് തീവ്രത. അതിന്റെ തീവ്രത അത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മനസ്സിലായോ? നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, എത്ര ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്തത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ എക്സ്പീരിയൻസ് ചെയ്തത് അതായിരിക്കും ആ ഇന്റൻസിറ്റിയുടെ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പം അതിനെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് the force experienced by 1 coulomb positive charge placed at that point. That force is called electric field intensity. മനസ്സിലായോ? പ്രത്യേകം എഴുതണം, at that point. ഏത് പോയിന്റ്? നമ്മൾ ഈ 1 കൂളം പോസിറ്റീവ് ചാർജ് എവിടെയാണോ വെക്കണേ ആ സ്ഥലത്തെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ആ പർട്ടിക്കുലർ പോയിന്റിലെ മാത്രം. മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഇപ്പം എക്സാമ്പിൾ പറയാം. ഇതൊരു പോയിന്റാണ്, എ എന്ന് പറഞ്ഞൊരു പോയിന്റാണ്. അപ്പം ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതൊരു ഫുൾ ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ തിയറി അനുസരിച്ച് നമ്മൾ ഇവിടെ എത്ര ചാർജ് കൊണ്ടുവെക്കണം? 1 കൂളം ചാർജ് വെക്കണം. അപ്പം നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഒരു 1 കൂളം ചാർജ് വെക്കാൻ പറ്റിയെന്ന് വരില്ല. 1 കൂളം ചാർജ് ഒരു ഹ്യൂജ് ചാർജ് ആണ്. അപ്പം ചാർജ് ഉള്ള വസ്തുക്കളിന് ചുറ്റുമാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പം ഒരു വലിയ ചാർജ് കൊണ്ട് വെക്കുമ്പോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡിന് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ചെറിയ ചാർജ് ആയിരിക്കും കൊണ്ടുവെക്കുക. വളരെ ചെറിയ ഒരു ചാർജ് കൊണ്ടുവച്ചു, വളരെ ചെറിയ ഒരു ചാർജ് കൊണ്ടുവച്ചു. അപ്പം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ആ ഫോഴ്സ് ആണ് എഫ്. എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് എത്രയാ? എഫ്. നമുക്ക് വേണ്ടതോ 1 കൂളം ചാർജ് വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് ഇ ഈസ് ഈക്വൽ ടു, ഇപ്പം ഈ Q0 എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചാർജ്, അത് വളരെ ചെറുതാണ്. അപ്പം അത് നമ്മൾ ഇവിടെ വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയ ഫോഴ്സ് ആണ് എഫ്. അതിൽ ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര ആണോ ടെസ്റ്റ് ചെയ്യാൻ വെച്ച ചാർജ് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് 1 കൂളം ചാർജ് കൊണ്ട് 1 കൂളം ചാർജ് വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കും. മനസ്സിലായോ? സിമ്പിൾ ആണ്. അതായത് 5 പേനയ്ക്ക് 10 രൂപ ആണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. 5 പേന മേടിക്കാൻ ഞാൻ കടയിൽ ചെന്ന് 5 പേന മേടിച്ചു, 10 രൂപയായി. വീട്ടിൽ ചെന്നിട്ട് എന്നോട് അച്ഛൻ ചോദിച്ചാൽ ഒരു പേനയ്ക്ക് എത്രയാ? അപ്പം ഞാൻ ഇങ്ങനെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 5 പേനയ്ക്ക് 10 രൂപ. അപ്പോൾ ഒരു പേനയ്ക്ക് എത്രയാ? 10/5 2 രൂപ. മനസ്സിലായോ? അതേപോലെ തന്നെ ഞാനിവിടെ ടെസ്റ്റ് വെച്ചത് ക്വാണ്ടിറ്റി കുറവാന്നേ ഉള്ളൂ. അപ്പം 1 കൂളമ്പിന് എത്ര എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്? Q0 എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജ് വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ Q0. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയ ഒരു ക്വാണ്ടിറ്റി ആകരുത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അപ്പം ഈ Q0 വളരെ സ്മോൾ ആയിരിക്കണം, ആസ് സ്മോൾ ആസ് പോസിബിൾ. 0ക്ക് അടുത്ത് ആയിരിക്കണം. കാരണം മുമ്പേ പറഞ്ഞ പോലെ ഒരു വലിയ ചാർജ് ആണ് വെക്കുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ മുമ്പേ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പം കറക്റ്റ് ആയിരിക്കില്ല. അപ്പം ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ചാർജ് വളരെ ചെറുതായിരിക്കണം, ആ സ്മോൾ ആസ് പോസിബിൾ. അപ്പം നമ്മൾ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം ഈക്വേഷൻ, അപ്പം ഇ എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് Q0 ടെൻസ് ടു 0 ആണ്. നമ്മൾ വളരെ 0 അടുത്ത് ഉള്ള ഒരു ഇതേ എടുക്കാവൂ. എഫ് എന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ Q0. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇതിന്റെ യൂണിറ്റ്? ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ
ക്യൂ അല്ലേ, എഫ് ബൈ ക്യൂ സീറോ അല്ലേ. എഫ് ഏതിലാ, എഫിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ. ചാർജിന്റെയോ, കൂളം. അപ്പം ന്യൂട്ടൺ പെർ കൂളം ആണ് എന്ത്, ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. ഇനി അതിന്റെ ഡയമെൻഷൻ നോക്കാം. E is equal to F by Q naught ആണല്ലോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, m raised to 1, L raised to 1, T raised to -2. Q naught ചാർജ് ആണ്. ചാർജിന്റെ ഡയമെൻഷൻ അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണോ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എങ്ങനെയാ നോക്കാം. ചാർജ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. കറന്റോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിലെ ഒരു ക്വാണ്ടിറ്റിയാണ് കറന്റ്. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് കറന്റ്. കറന്റിന്റെ ഇക്വേഷൻ എന്താ, I equal to Q divided by T. അപ്പം ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ക്യൂവിന്റെ ടേംസിൽ എഴുതിക്കേ, Q is equal to I into T അല്ലേ. Q equal to I into T. അതിന്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ I raised to 1, T raised to 1. അപ്പം നേരത്തെ അവിടെ F by Q അല്ലേ, എഫിന്റെ നമുക്ക് അറിയാമായിരുന്നല്ലോ. ഇനി നമുക്ക് ഒരു ടേം കൂടെ കിട്ടിയാൽ പോരായിരുന്നോ. അപ്പം എഫിന്റെ അറിയായിരുന്നു m raised to 1, L raised to 1, T raised to -2. അവിടെ നമ്മൾ Q നോട്ട് ഇപ്പൊ ക്യൂവിന്റെ കണ്ടുപിടിച്ചു. അതെന്താ, I raised to 1, T raised to 1. ഇത് മേളിൽ പോകുമ്പോഴോ ഈ T ഒരു മൈനസ് കൂടെ വരും, ഐയുടെ മൈനസ് ആവും. m raised to 1, L raised to 1, T raised to -3, I raised to -1. ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യാൻ മറന്നതാണേ. അപ്പം നമുക്ക് ഡയമെൻഷൻ കിട്ടി. എന്തിന്റെ ഡയമെൻഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയമെൻഷൻ. m raised to 1, L raised to 1, T raised to -3, I raised to -1. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറിച്ച് പറയുമ്പോൾ ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കാം. എന്ത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ അവിടെ ഏത് പോയിന്റ് എടുത്താലും, മുക്കും മൂലയും ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ എല്ലായിടത്തെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. കാരണം ഒരു കൂളം ചാർജ് അല്ലെങ്കിൽ എത്ര കൂളം ചാർജ് ആയിക്കോട്ടെ, ആ കൂളം ചാർജ് ആ ഫീൽഡിൽ എവിടെ കൊണ്ടുവച്ചാലും അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ സെയിം ആയിരിക്കും. അങ്ങനെ ഒരു ഫീൽഡിനെ പറയുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഞാനൊരു 10 കൂളം ചാർജ് ഉള്ള ഒരു ഇത് വെച്ചോ, 10 പോലെ ഫോർ എക്സാമ്പിൾ ക്യൂ എന്ന് തന്നെ വെച്ചോ, ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡിയെ കൊണ്ടുവച്ചു. അപ്പം ഒരു കൂളം ചാർജ് അവിടെ കൊണ്ടുവച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ ഇ എന്ന് ഡിനോട്ട് ചെയ്യണ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അങ്ങനെയെങ്കിൽ ക്യൂ ചാർജ് ഉള്ളത് കൊണ്ട് വെക്കുവാണെങ്കിൽ അവിടെ എത്ര എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം ആ ഫോഴ്സ് ആ ബോഡിയിൽ, QE, ഫിസിക്കൽ QE. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുന്നതെങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റിയുടെ ഏത് ഡയറക്ഷൻ ആണോ അത് തന്നെ ആയിരിക്കും, സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേസമയം ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ അവിടുത്തെ ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായല്ലോ, സെയിം ആയിരിക്കും. ഫോഴ്സ് ഒരു ഇത്ര കൂളം ചാർജ് അവിടെ കൊണ്ട് വെച്ചാൽ അവിടെ ഏത് സ്ഥലത്തും എല്ലാ പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. അപ്പം ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ട് വെച്ചു, ക്യൂ ചാർജ്. അപ്പം ടോട്ടൽ ഫോഴ്സ് എത്രയാ, QE അല്ലേ. ഒരു കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് E ആണെങ്കിൽ ക്യൂ ചാർജ് ഉള്ള ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത് QE ചാർജ് ആയിരിക്കും, F equal to QE. അപ്പം ഈ ഫോഴ്സ് ഞാൻ ഇത് ഫുൾ ഒരു ഇലക്ട്രിക് ഫീൽഡാണ്, അവിടെ ഞാനൊരു ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ട് വെച്ചു. അപ്പം ക്യൂ ചാർജ് ഉള്ള ബോഡി കൊണ്ട് വെച്ചപ്പം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോഴ്സ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കുക. അപ്പം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് വെക്കുമ്പോൾ അതവിടെ നിൽക്കുമോ, എന്തവിടെ നിൽക്കുന്നത്, ആ ബോഡി. കാരണം എന്താ, അതിനൊരു ചാർജ് ഉണ്ട്, അതൊരു ഇലക്ട്രിക് ഫീൽഡിലാണ് കൊണ്ട് വെക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നോക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം അതിന് തൽഫലമായ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ. മൂവ്മെന്റ് ഉണ്ടാവുന്നത് മാത്രമല്ല അതിനൊരു ആക്സിലറേഷനും കൂടെ ഉണ്ടാവും അല്ലേ. അപ്പം ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, A is equal to ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ആ ഉണ്ടാവുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, QE. എത്ര ഫോഴ്സ് ആണ്, എത്ര ചാർജ് ഉള്ള ബോഡിയാണ്. ഇപ്പം ഇത് Q ആണ്, ഒരു കൂളം ചാർജിന്റെ E ആണ്, അങ്ങനെയാണെങ്കിൽ QE ബൈ M. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. മനസ്സിലായല്ലോ. അപ്പം ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, എത്രയാ, ഞാൻ കൊണ്ടുവച്ച ബോഡിയുടെ ആക്സിലറേഷൻ QE ബൈ M. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, എല്ലായിടത്തും ഒരേപോലെയാണ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എത്രയാണെന്നാ ഞാൻ പറഞ്ഞത്, E ആണെന്നാ പറഞ്ഞത്. ഇനി
അപ്പം അവിടെ ആക്സിലറേഷൻ ഉണ്ടായി. അപ്പം ആക്സിലറേഷൻ ഉണ്ടാവുമ്പം അതിന് ഒരു വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക, ഇത്ര സമയം കഴിഞ്ഞു ഇത്ര ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു 10 അല്ലെങ്കിൽ ഇ എന്ന് തന്നെ വെച്ചോ, ഈ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഉള്ള ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ക്യൂ ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ട് വെച്ചപ്പോൾ ഇത്ര സമയം കഴിഞ്ഞു, ടി ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിനുണ്ടാവുന്ന വെലോസിറ്റി എത്ര? നമുക്കൊരു ഇക്വേഷൻ അറിയാം, വെലോസിറ്റി കണ്ടുപിടിക്കാം. v is equal to u plus at. അപ്പൊ u എന്താ? 0. u 0 ആയിരിക്കുമല്ലോ, കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0. a കണ്ടുപിടിച്ചു, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, qe/m. t എത്രയാണോ, എത്ര സമയം കഴിഞ്ഞുള്ള വെലോസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. u plus at is equal to 0 plus qe/m into t. അതായത് v is equal to qe divided by m into t. അപ്പം ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള ഇതാണ്. ഇപ്പൊ പ്രോട്ടോൺ ആണ് കൊണ്ടുവെക്കുന്നെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. പ്രോട്ടോണിന്റെ മാസ് നിങ്ങൾക്ക് അറിയാം. ഈ ക്വസ്റ്റ്യനിൽ തരും ഇത്ര ഇലക്ട്രിക്. ഇപ്പം പ്രോട്ടോൺ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാസും ചാർജും തരത്തില്ല, അത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പം ഈ 10 ന്യൂട്ടൺ പെർ കൂളം ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിന്റെ വെലോസിറ്റി കാണാം 10 സെക്കൻഡ് കഴിഞ്ഞ്. ഇനി അങ്ങനെയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. v കണ്ടുപിടിച്ച് 10 സെക്കൻഡ് കഴിഞ്ഞുള്ള കൈനറ്റിക് എനർജിയാ. അപ്പം ഹാഫ് mv² ഇക്വേഷൻ ഇട്ടു. ഇനി അതുമല്ല, ഈ 10 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. s is equal to ut plus half at² എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പം s equal to ut plus half at² അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഉള്ള ബോഡി കൊണ്ടുവച്ചാൽ അതിന് ഫോഴ്സ് ഉണ്ടായി, ആ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അതിന് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഇത്ര t സെക്കൻഡ്സ് കഴിയുമ്പോഴുള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പല പല ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രോബ്ലംസിൽ ഇതൊക്കെ വരും. അപ്പം അത് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇത്രയും സമയം എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്നും പറയാനുള്ള കാര്യം, കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ വളരെ തറവായിട്ട് തന്നെ കേൾക്കണം, മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം, ഞാൻ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.